എമ്പുരാനിലെ വിവാദ രംഗങ്ങൾ ചർച്ചയായിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിലെ നായകനായ മോഹൻലാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. എമ്പുരാൻ സംവിധായകൻ പൃഥ്വിരാജിനെതിരെയാണ് കൂടുതലും വിമർശനമുയരുന്നത്. തന്റെ ആശയങ്ങൾക്ക് വേണ്ടി പൃഥ്വിരാജ് മോഹൻലാലിനെ ബലിയാടാക്കിയെന്നുവരെ ആരോപണമുയർന്നു. ഇത്തരം ആരോപണങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് പൃഥ്വിരാജിന്റെ അമ്മ നടി മല്ലിക സുകുമാരനും രംഗത്തെത്തിയിരുന്നു. തന്റെ മകനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ് ചിലരെന്നാണ് മല്ലിക സുകുമാരൻ ആരോപിക്കുന്നത്. എമ്പുരാനിലെ സീനുകളെല്ലാം മോഹൻലാൽ മുൻപ് തന്നെ കണ്ടിട്ടുള്ളതാണെന്നും പിന്നെ എങ്ങനെയാണ് മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചു എന്ന് പറയുന്നതെന്ന് മല്ലിക ചോദിക്കുന്നു. ഈ ചിത്രത്തിന്റെ സംവിധാനം ചെയ്തത് എന്റെ മകൻ പൃഥ്വിരാജാണ്. അതിനപ്പുറം ചിത്രവുമായി യാതൊരു ബന്ധവും എനിക്കില്ല. ആയതുകൊണ്ട് വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടായിരുന്നു എനിക്ക്. എന്നാൽ ഈ ചിത്രത്തിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന മനഃപൂർവ്വമുള്ള ചിലരുടെ പ്രചാരണം ചില മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ. ഈ സിനിമയുടെ അണിയറയിൽ നടന്നതിനെപ്പറ്റി വ്യക്തമായി അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നത് വളരെ വേദനയുണ്ടാക്കി. ഇതൊരു അമ്മയുടെ വേദനയാണ്. അത് തുറന്ന് പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. മോഹൻലാൽ തനിക്ക് കുഞ്ഞനുജനാണെന്നും കുട്ടിക്കാലം മുതൽ തനിക്ക് ലാലിനെ അറിയാമെന്നും പൃഥ്വിരാജിന്റെ അമ്മ പറയുന്നു. മോഹൻലാൽ തന്നെ എത്രയോ വേദികളിൽ പൃഥ്വിരാജിനെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ തനിക്ക് അതീവ ദുഃഖമുണ്ടെന്നാണ് മല്ലികയുടെ അഭിപ്രായം. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. സീനുകൾ തിരുത്തുന്നതിൽ എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ അതിന് പൃഥ്വിരാജ് മാത്രം എങ്ങനെ ഉത്തരവാദിയാകും? മാസങ്ങൾക്ക് മുൻപ് ഞാൻ മകനെ വിളിക്കുമ്പോൾ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു അവൻ. ഞാൻ തിരക്കിലാണമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്. ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞതെന്നും മല്ലിക ചൂണ്ടിക്കാണിക്കുന്നു. ഇവർ രണ്ടുപേരും അറിയാത്ത ഓരോ ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല. പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകും. അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല, അദ്ദേഹം അറിയാതെ പലതും സ്ക്രിപ്റ്റിൽ എഴുതി ചേർത്തു എന്നുമുള്ള കള്ളപ്രചരണങ്ങളാണ് നടക്കുന്നത്. പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന ധാരണ ആർക്കും വേണ്ട. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല, ദൈവത്തെയാണ് ഭയം. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഈശ്വരനാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ലെന്നും മല്ലിക പറയുന്നു. മോഹൻലാൽ ഡബ്ബിംഗ് വേർഷൻ മാത്രമാണ് കണ്ടതെന്നും റിലീസിന് ശേഷമാണ് എമ്പുരാന്റെ ഫുൾ വേർഷൻ മോഹൻലാൽ കണ്ടതെന്നുമുള്ള സംവിധായകനും നടനുമായ മേജർ രവിയുടെ പ്രസ്താവനയ്ക്കും മല്ലിക സുകുമാരൻ മറുപടി നൽകി. അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത്. മേജർ രവി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ ചോദ്യം. മല്ലിക ചേച്ചിയുടെ ഒരു പോസ്റ്റ് കണ്ടു. അതൊരു അമ്മയുടെ വികാരമാണ്. ആരും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, എല്ലാവരും കൂടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞത് ലാലിന് നേരെ വന്ന അറ്റാക്കിനെ കുറിച്ചാണ്. പിന്നെ ചരിത്രം സിനിമയാക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ എവിടെ തുടങ്ങി എന്നുള്ളതും കൂടി കാണിച്ചെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. സിനിമ എടുക്കുന്നവരുടെ സ്വാതന്ത്ര്യം ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കഥ പറയുമ്പോൾ അതിനെ പക്ഷപാതമായി പറയാതെ കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ ആരും ചോദ്യം ചെയ്യില്ല. പടം തുടങ്ങുന്നത് ഗുജറാത്തിലെ ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തെ അകാരണമായി ആക്രമിക്കുന്ന രംഗങ്ങളിലൂടെയാണ്. നേരെ മറിച്ച് ഗോത്രയിൽ ട്രെയിൻ കത്തുന്നിടത്ത് നിന്ന് തുടങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ട്രെയിൻ കത്തുന്നത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ മൊണ്ടാഷ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതും സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ. ആ സംഭവത്തിന്റെ പ്രതികാരമാണ് പിന്നെയുള്ള സീനിൽ വരുന്നതെന്ന് കാണിക്കുന്നെങ്കിൽ അത് കൃത്യമായി കാണിക്കണ്ടേ? പ്രേക്ഷകന് ഒരു രീതിയിലും ഈ രണ്ട് സംഭവങ്ങളെയും ബന്ധിപ്പിക്കാൻ ആകുന്നില്ല. അതിന്റെ ബാധ്യസ്ഥത സംവിധായകനും തിരക്കഥാകൃത്തിനുമുണ്ട്.